ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസിനെ പറ്റി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ രാവിലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും രാവിലത്തെ ലൈവ് കണ്ടപ്പോഴും തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അതായത് ഒട്ടും വൃത്തിയില്ലാത്ത കുറെ പേരാണ് ഇത്തവണ സീസണിനകത്ത് കയറിക്കുന്നത്. എല്ലാവരും വൃത്തി കുറച്ച് നല്ലപോലെ നോക്കുന്ന കുറച്ച് പേര് അവിടെ ഉണ്ട്. പക്ഷെ ഒട്ടും ഹൈജീൻ ഇല്ലാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. തിന്ന പ്ലേറ്റ് പോലും കഴുകാത്ത, കുടിച്ച ഗ്ലാസ് പോലും കഴുകി വെക്കാത്ത, ഗ്ലാസ്സൊക്കെ അതിനകത്തൊക്കെ എന്തൊക്കെയോ വന്നിങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ് ഗ്ലാസ്സൊക്കെ. സ്വന്തമായിട്ട് എന്താ പറയുക, ഇതുവരെ ഒരു സീസണിലും കാണാത്തൊരു കാര്യമാണ്. അതായത് കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കാൻ ഇത്രമാത്രം പറയുന്നത്, അല്ലെ കുടിച്ച ഗ്ലാസ് കഴുകി വെക്കാൻ ഇത്രമാത്രം പറയുന്നത്. ഇന്ന് ബിന്നി ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ഈ കപ്പുകളൊന്നും ഞാൻ കഴുകില്ല, കപ്പുകളൊക്കെ കുടിച്ച ആൾക്കാരങ്ങ് കഴുകിയാൽ മതി, നീ ആരെയും കുടിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് ജിസേലിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു സ്റ്റാൻഡേർഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഗ്ലാസ് എന്താ പറയാ, അവിടെ ഇങ്ങനെ ചീത്തയായിട്ട് ഇരിക്കുവാണെങ്കിൽ അതിൽ വെള്ളം കൊടുക്കണ്ട, കാപ്പിയും കൊടുക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ അത് കഴുകി എടുത്തോണ്ട് വരട്ടെ. ആണായാലും പെണ്ണായാലും സ്വന്തം പാത്രം കഴുകി വെക്കുക എന്നുള്ളത് ഒരു ബേസിക് മാനേഴ്സ് ആണ്. അതുപോലും ഇല്ലാത്തവരെ എന്താ പറയുക, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് അതിനകത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ബിഗ് ബോസ് എന്താണ് ഇത്തവണ ഇത്രയും കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്തപ്പോൾ എന്താണ് ഇത്ര പോലും ബേസിക് മാനേഴ്സ് ഇല്ലാത്ത, ഇത്രയും മര്യാദ ഇല്ലാത്ത കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്തത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇത്തവണത്തെ സീസണിൽ ഇതുവരെ സീസണിൽ ഒന്നും പറഞ്ഞു വെക്കാത്ത വൃത്തിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ സീസണിലും. പക്ഷെ തിന്ന പാത്രം കഴുകി വെക്കാത്തതിനും കുടിച്ച ചായപാത്രം കഴുകി വെക്കാത്തതിനും ഒക്കെ ഇത്രമാത്രം വഴക്കുണ്ടാക്കുന്ന ഒരു സീസൺ അത് ഈ സീസണാണ്. കാരണം സാധാരണ സീസണുകളിലെല്ലാം കഴിച്ച പാത്രം കുടിച്ച പാത്രം ഒക്കെ അവർ തന്നെ കഴുകി വെക്കുമായിരുന്നു. ബേസിക് മാനേഴ്സ് ഉള്ള ആൾക്കാരായിരുന്നു കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണേലും ഈ സീസണിൽ അത് വളരെ കുറവാണ്. നല്ല രീതിയിലുള്ള ഒരു ഹൈജീൻ പ്രശ്നം ബിഗ് ബോസ് സീസൺ 7 ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്.